എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പുറപ്പെടാൻ പോവാണ്. മറ്റെങ്ങോട്ടുമല്ല, അബുദാബിയിലേക്കാണ്. അതും ഷിപ്പിൽ. ഷിപ്പ് എന്ന് പറഞ്ഞാൽ 13 ഫ്ലോറിൽ 900 ക്രൂ മെമ്പേഴ്സും 2100 ഗസ്റ്റിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷിപ്പാണ് കേട്ടോ. അങ്ങനെ 6 മണിയോട് കൂടി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടോ. നമ്മൾ ഉള്ളിൽ കയറി. നമ്മുടെ കൂടെയുള്ളവരെ ഡെക്കിന് വരുന്നത് 5 ആണ്. ഡെക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്ലോർ അവരുടെ 5 ആണ്. നമ്മുടെ 8 ആയതുകൊണ്ട് നമ്മൾ നേരെ ലിഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ 8ലേക്ക് പോകണം. ലിഫ്റ്റൊക്കെ ഭയങ്കര രസമൊക്കെ കാണാൻ. നമ്മൾ 8 ഡെക്കിലെത്തി നമ്മൾ റൂം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂം വരുന്നത് 8020 ആണ് കേട്ടോ. നമ്മൾ റൂം തിരഞ്ഞ് അവസാനം നമ്മൾ റൂം കിട്ടി. ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ 8 ഡെക്കിലാണ് നമ്മുടെ റൂമുള്ളത്. ഒറ്റ സിംഗിൾ ബെഡ്. ഇതാണ് റൂം കേട്ടോ. നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഓഷ്യൻ വ്യൂ. നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 8 o'clock ആവും ഏറെക്കുറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ടോയ്ലറ്റിൻ്റെ അതേ ആ വലിപ്പത്തിലുള്ള ടോയ്ലറ്റ്. ഇതാ വാഷ്റൂം. ഇതിനകത്ത് ഒരു കുളിക്കുന്ന സ്ഥലം. ഇവിടുത്തെ ഷിപ്പിലെ ആൾ നമുക്ക് അവിടുത്തെ വന്നിട്ടൊരു ബ്രൗഷർ തന്നിട്ടുണ്ട്. ഡേ ബൈ ഡേ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രൗഷറാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം 1 by day കറക്റ്റ് ടൈമിലായിട്ട് നമുക്കതിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നത് ചെക്കൗട്ട് ചെയ്യേണ്ട വരും. പോയിട്ട് നമുക്ക് പൂളിൽ നമുക്ക് എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ട്. പൂളിൽ ഇറങ്ങാൻ നമുക്ക് ഓൺ സേഫ്റ്റി, സ്വന്തം സേഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പൂൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് റെസ്റ്റോറൻ്റായിട്ടുള്ളത് ഇതിൽ ഇതാ ലിഡോ ബഫറ്റ് എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ പേരിലുള്ള കാർഡാണ്. ഇതാ ഇത് ലാസ്റ്റ്. ഇത് വച്ചിട്ട് നമുക്ക് റൂമിൻ്റെ ഡോർ ലോക്ക് ഓപ്പൺ ആക്കുന്നതും പ്ലസ് നമുക്ക് എന്തെങ്കിലും ഫുഡ് നമ്മൾ അഡീഷണൽ നമ്മുടെ ഇൻക്ലൂഡ് അല്ലാത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സ്വൈപ്പ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് നമുക്കത് കൊടുത്തിട്ട് പൈസ ബാലൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അസംബ്ലിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും 5th ഡെക്കിലും ഒരാൾ വരുന്നത് 7th ഡെക്കിലുമാണ്. 5th 7th വരുന്നത്. നമ്മുടെ ഡെക്ക് വരുന്നത് 8th ആണ്. 8th 8020 റൂം നമ്പർ. നമ്മൾ ആദ്യം വിചാരിച്ച റൂമിൽ നമ്മൾ പിക്കിലെ കണ്ടതെന്ന് വെച്ചാൽ 2 സൈഡിലും അങ്ങനത്തെ ബെഡായിരുന്നു. പക്ഷേ ഇത് സിംഗിൾ ബെഡാണ്. പിന്നെ ഓഷ്യൻ വ്യൂ ഉള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. ബാത്റൂം എല്ലാം ചെറിയതായിട്ട് നല്ല കറക്റ്റ് നല്ല രസമുണ്ട് കാണാൻ എല്ലാമായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ റൂമിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാറിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു ഓഷ്യൻ തീമാണ് ശരിക്കും. നിങ്ങൾക്ക് താഴത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇതുണ്ടാവും മീനിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവും. പിന്നെ റൂമിൻ്റെ ആണെങ്കിലും പേളല്ലേ ആ ഒരു ഇതിൻ്റെ ഒരു ഒരു സെറ്റപ്പിലാണ് ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇത് 9th ഡെക്കാണ്. ഇതിലിതാ ഇത്രയും ഏരിയാസ് ഉണ്ട് ഫുള്ളായിട്ട്. ലിഫ്റ്റ് ഗൈസ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ 12 ഫ്ലോറിന് മൊത്തം കേട്ടോ. 12 ഡെക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിരിക്കട്ടോ. നിലവിലിപ്പോൾ പ്രോഗ്രാംസ് ഒന്നും ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ നമുക്ക് തരാനുണ്ട്. അത് തന്നു കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ പരിപാടികൾ സ്റ്റാർട്ടാവത്തുള്ളൂ കേട്ടോ. ഇപ്പം നിലവിൽ 9 മണി കൂടി നമുക്ക് എല്ലാ പരിപാടികളും ചാലു ആവേണ്ടതാണ്. പിന്നെ ഇതിലിപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പൂൾ ഏരിയ എന്ന് പറയുന്നത്. മെയിൻ പൂൾ ഏരിയ ഇതാണ്. കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ സ്റ്റേജാണ്. മെയിൻ സ്റ്റേജ് മീൻസ് ഇവിടെ ബാർ അറ്റാച്ച്ഡുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബെല്ലി ഡാൻസ് കാര്യങ്ങൾ, DJ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേജായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തിരിക്കാൻ എൻ്റെ മോഡല്. നമ്മൾ അവിടെ നിന്ന് ആ ഭാഗത്ത് നമ്മൾ കയറി വന്നിരുന്നത്. അവിടെ നമ്മൾ കയറി വന്ന് ഇവിടെ ഏറ്റവും മുകളിലെത്തിരിക്കാൻ. അപ്പോൾ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഇനി ജസ്റ്റ് അസംബ്ലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ശേഷമാണ് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നല്ല തണുപ്പുണ്ടോ? അത് തണുപ്പിൻ്റെ സീസൺ ആണല്ലോ. നല്ല കാറ്റ്, തണുപ്പുണ്ട്. പിന്നെ കുറേ നടക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു വാക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ട്. സൈഡിലുണ്ട്. കൂടുതൽ കുറേ ഉണ്ട് നടക്കാനായിട്ട്. ഇവിടെ നല്ല ദുബായ് അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ദുബായിയുടെ വ്യൂ നോക്കൂ.
ഖലീഫ. നമ്മളിപ്പോൾ വന്ന സ്ഥലം അത് ഫ്രണ്ടാണ്, ബസ്സിൻ്റെ ഫ്രണ്ടാണത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്കായിട്ട് ഈ സൈഡിലേക്കാണ് കുറേ ബാൽക്കണി റൂംസ് വരുന്നുണ്ട്. നമ്മുടെ ഓഷൻ വ്യൂ ആണ്, കുറേ ബാൽക്കണി റൂംസാണ് ഈ സൈഡിൽ എല്ലാം വരുന്നത്. പിന്നെ ഉള്ളത് സെൻറ്ററിൽ കുറേ റൂമുകളുണ്ട്, ബെഡൊക്കെ ബങ്ക് ബെഡ് ടൈപ്പുള്ള റൂമുകൾ വേറെ ഉണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്ന ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഏറ്റവും ബാക്കിലിപ്പം വന്നിട്ടുള്ളത് ഇവിടെ ഹീലിപ്പാഡിൻ്റെ ഇതുപോലെ കാണാം. നാളെ രാവിലെ ഞാൻ കറക്റ്റ് ഷിപ്പ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഷിപ്പിലെ മെയിനായിട്ടുള്ള സ്റ്റേ ആണ് കേട്ടോ. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7th ഡെക്കാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഫുള്ള് ഡെക്കുകൾ കാണാൻ പറ്റും. 8, 9, 10, 11 ആ ഡെക്കുകളൊക്കെ ഫുള്ള് റൂമുകളും അത്യാവശ്യമൊക്കെ എല്ലാം ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ ആയിരിക്കും കൂടുതലും പ്രോഗ്രാംസിൽ നടക്കുക. ചെറിയ ചെറിയ യോഗ ക്ലാസ്സുകൾ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ മ്യൂസിക്കൽ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന സ്റ്റേജാണിത്. അതുമാത്രമല്ല ഈ ഷിപ്പിൻ്റെ മെയിനായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ കൂടെയാണ് കേട്ടോ. അങ്ങനെ ഡിന്നർ ടൈം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ നോൺ വെജ്, ഇൻ്റർനാഷണൽ കുസിൻ ആൻഡ് അങ്ങനെ സലാഡ് വേറെ അങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഫുഡുകളും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പോയിരിക്കുന്നത് ലെഡോ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അതിൽ എല്ലാ രീതിയിലുള്ള ഫുഡുകൾ, ഇൻ്റർനാഷണൽ ഫുഡുകളും നമ്മുടെ ഇന്ത്യൻ ഫുഡുകളൊക്കെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സാൽമൺ ഫിഷ് ട്രൈ ചെയ്യണം കേട്ടോ. മീറ്റ് നോക്ക്, ഹംസി ഇനി ട്രൈ ചെയ്യണം കേട്ടോ. സാൽമൺ നോക്ക്, നമ്മുടെ നാടൻ ഷവർമ കേട്ടോ. അങ്ങനെ ഫുഡ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കോൾ വന്നിട്ടോ, നമ്മുടെ അസംബ്ലി സെക്ഷനിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വരുന്നത് B ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂവായിട്ട് നിന്ന് അവർ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ഇൻസ്ട്രക്ഷനൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ നോക്കുക, നമ്മുടെ പോർട്ടിൽ നിന്ന് ഇങ്ങനെ ഷിപ്പ് പതുക്കെ വിട പറയണം കേട്ടോ. അങ്ങനെ പതുക്കെ വിട പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറിയത്, അവിടെ നിന്ന് ഇങ്ങനെ ഷിപ്പ് പതുക്കെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നീങ്ങി സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇൻസ്ട്രക്ഷനൊക്കെ കേട്ട് കഴിഞ്ഞ് കപ്പൽ പതുക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിഞ്ഞ് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് പോകും. നമ്മുടെ റൂമിൻ്റെ വ്യൂ കാണിച്ചു തരാം. പതുക്കെ ഷിപ്പ് മൂവ് ആയിട്ടുണ്ട്. ഏറെക്കുറെ നമ്മൾ ആ പോട്ടൊക്കെ വിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിരിക്കുകയാണ്. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അപ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ മൂവായി തുടങ്ങിയിരുന്നു നമ്മുടെ ഷിപ്പ്. ഞാൻ റൂമിലെത്തി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രഷായി കുറച്ചൊന്ന് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റീസിലൊക്കെ പോയാണ്. ഇന്ന് മെയിനായിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഷിപ്പിലുണ്ട്. അത്യാവശ്യം DJ പരിപാടി പാർട്ടി കാര്യങ്ങളൊക്കെ ഇന്ന് ഷിപ്പിലുണ്ട്. നാളെ രാവിലെ നമ്മൾ സെർബനിയാസ് ഐലൻഡിലെത്തും, അബുദാബിയിലെത്തും 12 മണിക്ക്. പിന്നീട് നമുക്ക് അവിടെ 6 മണിക്കാണ് ഷിപ്പ് അവിടെ നിന്ന് എടുക്കുള്ളൂ. അതുപോലെ നമുക്ക് സമയമുണ്ട്, പുറത്ത് പോകാൻ ആക്ടിവിറ്റീസിനൊക്കെ സമയമുണ്ട് അവിടെ. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. ഫുഡ് കഴിച്ചു, നമ്മൾ നല്ല ഫുഡായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ പുറത്തേക്ക് നമുക്ക് പോകാം. ഡെക്ക് 13 പ്രോഗ്രാമൊക്കെ ഉള്ളത്, 13-12 പ്രോഗ്രാം ഉള്ളത്. ഇനി പുറത്തേക്ക് പോവാണ്. മുകളിലിപ്പോൾ DJ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, കാരണം മൊത്തം കാലാവസ്ഥ മാറിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്തു. കപ്പൽ നല്ലോണം മൂവ് ആവുന്നുണ്ട്. നമ്മളിങ്ങനെ നാടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും മുകളിലുണ്ട് ഡെക്കിൽ 13 ഉള്ളത് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള, ഒരുപാട് ഗെയിംസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടിലുണ്ട്. നമുക്ക് മിക്ക ഗെയിംസിനും USD 1 വരുന്നത്. 1 USD നമുക്ക് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ രാത്രിത്തെ ബെല്ലി ഡാൻസും ചെറിയ DJ പരിപാടിയൊക്കെ കഴിഞ്ഞ്
റൂമിലേക്ക് പോകണം കേട്ടോ. താഴെ കാണുന്ന മെയിൻ സ്റ്റേജിൽ എപ്പോഴും ഓരോരോ പരിപാടികളുണ്ടായിരിക്കും, രാത്രിയും പകലും എന്നില്ലാതെ. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയ കേട്ടോ, നല്ല സ്പീഡിലാണ് നമ്മൾ ഷിപ്പ് പോകുന്നത്. നല്ല കുറേ കടൽക്കാക്ക തോന്നുന്നുണ്ട്, ഒരുപാട് ഇങ്ങനെ കിടന്ന് പറക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ റൂമിൽ തിരിച്ചെത്തിക്കുകയാണ് ഗൈസ്, റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ രാത്രിയിലെ നമ്മുടെ ഡീജെ പാർട്ടി ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കഴിഞ്ഞിരിക്കുകയാണ്. റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ നാളത്തെ വിശേഷം നാളെ നമുക്ക് കാണാം. നമ്മുടെ നാളത്തെ ട്രിപ്പ് സെർബനിയാസിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച ആയിരിക്കും നമ്മുടെ മെയിൻ അവിടുത്തെ പുറത്ത് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും. പുറത്ത് പോകുന്നവർക്ക് പുറത്ത് പോകാം. ഷിപ്പ് എന്തായാലും അവിടെ പിറ്റേ തന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ തിരിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളത്തെ സൺറൈസ് നമുക്ക് കപ്പലിൽ നിന്നിട്ട് ഷിപ്പിൽ നിന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, എനിവേ നമുക്ക് കാണാം. ബൈ.